ഇത് ആണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. ഇതെങ്ങനെയാണ് ശരിയായ രീതിയിൽ കഴിക്കേണ്ടത് എന്നുള്ളത് മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. ഇന്ന് ഈ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ഉപയോഗിച്ച് ഉപ്മാവാണ് ഞാൻ തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. പലതരം മില്ലറ്റുകൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള മില്ലറ്റാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ഉപയോഗിക്കുമ്പോൾ 8 മുതൽ 10 മണിക്കൂർ വരെ കുതിർത്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ബ്ലോട്ടിങ്, ഡൈജഷൻ പ്രോബ്ലം അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏത് മില്ലറ്റ് ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം, കുതിർത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കണം. സാധാരണ മില്ലറ്റുകൾ 6 മുതൽ 8 മണിക്കൂർ വരെയാണ് കുതിർക്കാറ്. ബ്രൗൺ ടോപ്പ് മില്ലറ്റ് മാത്രമാണ് നമ്മൾ 8 മുതൽ 10 മണിക്കൂർ വരെ കുതിർക്കുന്നത്. ഇത് ഉപ്മാവിനായതുകൊണ്ട് നമുക്ക് തലേദിവസം രാത്രി തന്നെ ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ എത്ര വെള്ളമാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കുതിർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് എടുത്ത് കഴുകിയതിന് ശേഷം 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുതിർത്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് വെച്ച് നമുക്ക് ഉപ്മാവ് തയ്യാറാക്കിയെടുക്കാം. ഉപ്മാവ് തയ്യാറാക്കാൻ ആദ്യം പാത്രം വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. മില്ലറ്റ് തയ്യാറാക്കാൻ എപ്പോഴും മൺപാത്രം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ കപ്പലണ്ടി ഇതുപോലെ ചേർത്തെടുക്കാം. കാഷ്യൂനട്ടും കപ്പലണ്ടിയും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് കടിക്കാൻ കിട്ടാനാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി ചെറുതായി ഒന്ന് അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് ക്യാരറ്റ്, അതുപോലെ തന്നെ ഗ്രീൻ പീസ്, ബീൻസ് ഒക്കെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പച്ച ഗ്രീൻ പീസാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ചിലപ്പോൾ ഉപ്മാവിലെ വെജിറ്റബിൾസ് ഇടുന്നത് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ സവാള മാത്രം ചേർത്തും വഴറ്റിയെടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇതൊന്ന് 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. മില്ലറ്റ് കുതിർത്തെടുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ആയതുകൊണ്ട് നമുക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. മില്ലറ്റ് കുതിർക്കാൻ എടുക്കുന്ന വെള്ളം കോപ്പർ പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാനിത് കോപ്പർ പാത്രത്തിൽ സൂക്ഷിച്ചതാണ്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിരുന്നു, കോപ്പർ റോഡ് വാങ്ങാൻ കിട്ടും, അത് യൂസ് ചെയ്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അടച്ചു വെച്ച് ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു ചെറിയൊരു തിള വരാൻ തുടങ്ങി. ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ആണ് ഞാൻ എടുത്തത്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെക്കാം. ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി വരണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഒരുവിധം വെള്ളം വറ്റി വന്ന് തുടങ്ങി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചും കൂടി വെള്ളം വറ്റി വരാനുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നാളികേരം ഞാനിവിടെ ഒരു 2 പിടി നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി വെള്ളം വറ്റി വരാനുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നന്നായി അടച്ചു വെച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇതിലുള്ള വെള്ളം മുഴുവനായിട്ടൊന്ന് വറ്റി വരും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഫോക്സ്ടെയിൽ മില്ലറ്റ് അല്ലെങ്കിൽ തിന ഉപയോഗിച്ചിട്ട് നമുക്കിന്ന് പൂരി തയ്യാറാക്കി നോക്കാം. ഇതാണ് തിന അല്ലെങ്കിൽ ഫോക്സ്ടെയിൽ മില്ലറ്റ്. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടാണ് ഈ പൂരി തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് വീട്ടിൽ തിന പൊടിച്ചെടുക്കുക എന്നുള്ളത് മുമ്പത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതുമാതിരി ഒന്ന് വീട്ടിൽ പൊടിച്ചെടുത്തോളൂ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി കൊണ്ട് ദോശയോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. കാരണം അതിൽ ഗ്ലൂട്ടൻ ഉള്ളതുകൊണ്ടാണ്. മില്ലറ്റിൽ ഗ്ലൂട്ടൻ കുറച്ച് കുറവാണ്. അതുകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പൂരിയിൽ ബൈൻഡിങ്ങിന് വേണ്ടി ഞാനിന്ന് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൊലിയോട് കൂടിയിട്ടുള്ള ഉഴുന്നാണ്. കറുത്ത കളറിലാണ് ഇരിക്കുക. സ്കിൻഡ് ബ്ലാക്ക് ഗ്രാം എന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. നമുക്ക് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല.
ഇത് കുതിർക്കാണ്ട് നേരെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കഴുകിയെടുത്താൽ പിന്നെ അത് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇതുപോലെ ഒരു ടിഷ്യോ തുണിയോ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തുടച്ചെടുക്കണം, ഇതിലത്തെ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇതുമാതിരി ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്ത് പൊടിച്ചെടുക്കാം, നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പൂരിക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് തിന പൊടിയാണ്, ഫോക്സ് സ്റ്റൈൽ മില്ലറ്റിൻ്റെ ഫ്ലവർ. ഇതിപ്പോൾ 2 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച ഉഴുന്നിൻ്റെ പൊടി, ഇത് 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഓയിൽ ഈ സമയത്ത് ഏതെങ്കിലും തരം അൺറിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ സാധാരണ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം. നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ചൂടുവെള്ളമാണെങ്കിൽ ഈ പൂരി നന്നായിട്ട് എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം അതുപോലെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളമാണ് എനിക്ക് ആവശ്യം വന്നത് ഇത് കുഴച്ചെടുക്കാൻ. പൊടി അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കുറേശ്ശെയായിട്ട്. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം. ഈ മില്ലറ്റ് പൊടി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതായതുകൊണ്ട് ഇത് 6 മണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്തത്. 1/2 മണിക്കൂർ മാറ്റി വെച്ചാൽ മതിയാവും. നേരെ മറിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയാണെങ്കിൽ അത് കുതിർത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് 6 മണിക്കൂർ നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിന് ശേഷം വേണ്ടി വരും നമുക്ക് പൂരി തയ്യാറാക്കാൻ. അപ്പോൾ ഇതിനി 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ മില്ലറ്റിൽ ഗ്ലൂട്ടൻ കുറവായതുകൊണ്ട് അത് ഡ്രൈ ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ വീണ്ടും എടുത്ത് ഒന്ന് കുഴയ്ക്കാം. ഇനി ഇതിന് ആവശ്യത്തിനുള്ള വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം. എല്ലാം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും പരത്തിയെടുക്കണം. പരത്തിയെടുക്കാൻ ചപ്പാത്തി തട്ട് ഉപയോഗിച്ചാലും മതി. ചപ്പാത്തി തട്ട് റോളറും യൂസ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. അങ്ങനെയാകുമ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നില്ലെങ്കിൽ ഇതുപോലെ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ നന്നായി പൊടി ചേർത്തിട്ടോ പരത്തിയെടുക്കണം. ഞാനിവിടെ പരത്തിയെടുക്കാൻ പത്തിരി പ്രസ്സാണ് ഉപയോഗിക്കുന്നത്. അതിലിതുപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് പൂരിയുടെ ഓരോ ബോളും വെച്ച് പരത്തിയെടുക്കുകയാണ്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് പൂരി സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. എണ്ണ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയാകുമ്പോൾ പൂരി അധികം എണ്ണ കുടിക്കില്ല. അതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, അതൊന്ന് പൊന്തി വരാനായിട്ട്. നന്നായി പൊന്തി ഒന്ന് വന്നിട്ടുണ്ട്. ഇനി മറച്ചിടാം. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ പൂരി തയ്യാറാക്കിയെടുക്കാൻ. ഇങ്ങനെ നമ്മുടെ പൂരി തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പൂരികളും തയ്യാറാക്കിയെടുക്കാം. നമ്മൾ സാധാരണ കഴിക്കുന്ന പൂരിയിൽ നിന്നും കുറച്ചൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും മില്ലറ്റിൻ്റെ ആയതുകൊണ്ട്.